മൈ ഫസ്റ്റ് ഫ്ലൈറ്റ് ജേണി. തളിപ്പറമ്പിൽ നിന്നും 5:20 പുറപ്പെട്ട ഞങ്ങൾ കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിൽ കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് മുന്നേറുകയായിരുന്നു. ട്രാവലർ ജേണിയിൽ ഉണ്ടായിരുന്ന മുത്തപ്പൻ പാട്ടുകൾ കേട്ടുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. ഏകദേശം 6:30 ആവുമ്പോഴേക്കും ഞങ്ങൾ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തി. എയർപോർട്ടിലേക്കുള്ള എൻ്റെ ആദ്യത്തെ യാത്രയായിരുന്നു അത്. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് കണ്ടതു മുതൽ വളരെയധികം സന്തോഷം തോന്നി. എയർപോർട്ടിലേക്കുള്ള വഴികളൊക്കെ ഞാൻ വീഡിയോയിൽ പകർത്തി. ആദ്യമായുള്ള ഫ്ലൈറ്റിലെ യാത്രയിൽ എന്തൊക്കെയോ മനസ്സിലൊരു ഭയം ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും, ആൾക്കാർ പറയുന്നതൊക്കെ കേട്ട് അല്പം ഭയത്തോടും എന്നാൽ ഏറെ ആകാംക്ഷയോടും കൂടിയാണ് ഞാൻ യാത്ര പുറപ്പെട്ടത്. അവിടെ എത്തിയ ഉടനെ തന്നെ ഞങ്ങൾ ബോർഡിംഗ് പാസിനായി ആധാർ കാർഡും ടിക്കറ്റിൻ്റെ കോപ്പിയും കാണിച്ചു. ബോർഡിംഗ് പാസ് കിട്ടിയ ഉടനെ ഞങ്ങൾ ഉള്ളിൽ കയറി. ഞങ്ങളുടെ ഇലക്ട്രോണിക് സാധനങ്ങൾ, വാച്ച്, കോയിൻസ് ഇവയൊക്കെ ഒരു ട്രേയിൽ വെച്ച് പരിശോധനയ്ക്ക് അയച്ചു. അതേപോലെ ബാഗും. അല്പസമയത്തിന് ശേഷം എല്ലാം ചെക്ക് ചെയ്ത് മറ്റേ സൈഡിലേക്ക് വന്നു. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവിടെ ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിൽ വിശ്രമിച്ചു. ആ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന എയർ ഹോസ്റ്റസിൽ 2 പേർ ചേർന്ന് ഫോട്ടോ പോസിനായിട്ട് ക്ഷണിച്ചു. അപ്പോൾ ഞങ്ങളുടെ ടീം അവരോടൊത്ത് ഒരു ഫോട്ടോ എടുത്തു. ഫ്ലൈറ്റ് 1 മണിക്കൂർ ലേറ്റാണെന്നുള്ള വാർത്തയാണ് പിന്നീട് അറിഞ്ഞത്. 7:50 ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ടൈം തന്നിരുന്നത്. 15 മിനിറ്റ് കൂടി ലേറ്റാവും എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കാണാനായി നടന്നു. എസ്കലേറ്ററിൽ കയറുക എന്നുള്ളത് എനിക്ക് ഭയം ആയിരുന്നു. ഞാൻ അതിൻ്റെ മുന്നിൽ പോയി കുറച്ച് സമയം അവിടെ നിന്നു. കാല് വെക്കാൻ ഭയങ്കര പേടിയായിരുന്നു. എന്നാൽ കൂടെയുള്ളവർ തന്ന പ്രോത്സാഹനത്തോട് ഒപ്പം തന്നെ ഞാൻ ധൈര്യം സംഭരിച്ച് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചു. ആദ്യമൊന്ന് ഭയപ്പെട്ടെങ്കിലും പിന്നെ അവിടെ തന്നെ നിന്നു. മുകളിൽ നിന്ന് ഇറങ്ങാൻ ടൈമിൽ വീണ്ടും ഒരു ഭയം, എങ്ങനെ ഇറങ്ങും എന്നുള്ളതായിരുന്നു എൻ്റെ പേടി. പക്ഷേ അതും കൂടെയുള്ളവരൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തപ്പോൾ ഞാനും സന്തോഷിച്ചു. വലിയ ഭയമൊന്നും തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വന്ന് അവിടെ ഉണ്ടായിരുന്ന നല്ല പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ എയർപോർട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. അതിൻ്റെയൊക്കെ ഫോട്ടോ പിക്ക് ചെയ്തു. ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്തു. ഇതൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം ടൈമായി. പ്ലെയിൻ വന്ന് നല്ല അനൗൺസ്മെൻറ്റ് വന്നു. ഞങ്ങൾ ലഗേജൊക്കെ റെഡിയാക്കി നിൽക്കുകയാണ്. ഞങ്ങളെ പിക്ക് ചെയ്യാനുള്ള വാഹനം അവിടെ എത്തിയിരിക്കുന്നു. ഓരോരുത്തരായി അതിലൂടെ വീണ്ടും ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറുകയാണ്. വണ്ടിയിൽ കയറിയതിന് ശേഷം ഞങ്ങളെ വിമാനത്തിനടുത്തേക്ക് വണ്ടിയിലൂടെ കൊണ്ടുപോയി. അവിടെ നിന്നും ഞങ്ങളുടെ ആധാർ കാർഡും ഇതൊക്കെ വീണ്ടും കാണിച്ച് ഉള്ളിൽ കയറ്റി. വിമാനത്തിനുള്ളിൽ ആദ്യമായിട്ട് കയറുകയാണ്, ഒരു ഭയമൊക്കെ ഉണ്ട്. അവിടെ എത്തിയതിന് ശേഷം ഞങ്ങളുടെ സീറ്റ് നമ്പർ നോക്കി അവിടെ ഇരുന്നു. സീറ്റിൽ കയറിയ ഉടനെ ബെൽറ്റ് ധരിക്കണമെന്ന് പറഞ്ഞു. ബെൽറ്റൊക്കെ ഞങ്ങൾ ഭംഗിയായി ധരിച്ചു. ചുറ്റും നോക്കുമ്പോൾ പേടിയുണ്ടായിരുന്നു. വോമിറ്റിംഗ് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ വോമിറ്റിംഗ് ഉണ്ടാവും, പ്രത്യേകിച്ചും മൊത്തം
അല്പം ധൈര്യം സംഭരിച്ചുകൊണ്ട് ഉടനെ അവിടെ ഇരുന്നു. സീറ്റ് ബെൽറ്റൊക്കെ റെഡിയായതിനു ശേഷം എയർ ഹോസ്റ്റസ് വന്ന് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് എല്ലാവരും ശരിക്ക് തന്നെയാണോ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്നതെന്ന് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം വാഹനം ടേക്ക് ഓഫ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. പെട്ടെന്നൊരു ഭയം തോന്നിയെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയി പൊങ്ങിയതിന് ശേഷം പെട്ടെന്ന് ചെവി എന്തോ ഒരു പ്രശ്നം, അടയ്ക്കുന്നത് പോലെ തുറക്കുന്നത് പോലെയൊക്കെ തോന്നി. അങ്ങനെ 2-3 സ്റ്റെപ്പായിട്ടാണ് മുകളിലോട്ട് കയറിയതെന്ന് തോന്നുന്നു. പിന്നെ സ്മൂത്തായിരുന്നു യാത്ര. ഞങ്ങൾ ഫസ്റ്റ് ജേണിയിൽ തന്നെ ഞങ്ങളുടെ ഫ്ലൈറ്റ് കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങി അവിടെ നിന്ന് വീണ്ടും തിരുവനന്തപുരത്തേക്കാണ് പോയത്. അതായത് ഫസ്റ്റ് ജേണിയിൽ തന്നെ 2 ടേക്ക് ഓഫും 2 ലാൻഡിങ്ങും കിട്ടി എന്നുള്ളതാണ് വേറൊരു വാർത്ത. അപ്പോൾ കൊച്ചി എയർപോർട്ടിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അവിടെ നിന്നും കൊച്ചിയിൽ ഇറങ്ങേണ്ട യാത്രക്കാർ അവിടെ ഇറങ്ങി. തിരുവനന്തപുരത്തേക്ക് പോകേണ്ടവർ അതിൽ കയറി. ഞങ്ങൾ അതിനുള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഞങ്ങളോട് പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശം തന്നു. അപ്പോൾ അങ്ങനെ വീണ്ടും ആൾക്കാരെയൊക്കെ കയറ്റിയതിന് ശേഷം പ്ലെയിൻ പുറപ്പെട്ടു. അവിടെ നിന്ന് ടേക്ക് ഓഫ് എടുക്കുമ്പോൾ കണ്ണൂരിൽ നിന്നും കൊച്ചിയിലെത്തിയതുപോലെ സുഖകരമായിരുന്നില്ല. എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തോന്നി. വയറിൽ നിന്നൊക്കെ എന്തോ അതായത് വൊമിറ്റിംഗ് ടെൻഡൻസി വരുന്നത് പോലെയൊക്കെ തോന്നി. പക്ഷെ കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഭയപ്പെട്ടതുപോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആൾക്കാർ മറ്റു പലരും പറയുന്നത് കേട്ടു. അത് അവർക്ക് ഉണ്ടായിരുന്ന അനുഭവമായിരിക്കാം അവർ പങ്കുവെച്ചത്. പക്ഷേ എനിക്ക് അങ്ങനെ വലിയൊരു പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും തോന്നിയില്ല. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങളെ കൂട്ടാനായി ട്രാവലർ അവിടെ എത്തിയിരുന്നു.